ബാലേന്ദ്ര, ബാലചന്ദ്രന്റെ തോൽവി തുടങ്ങിയ ചായ എന്ന് ആര് പറഞ്ഞു? ആരും പറയണ്ട. ആരും പറയാതെ തന്നെ ബാലചന്ദ്രൻ അതറിയാം. കോടതി മുറികളിൽ പോലും ബാലചന്ദ്രൻ എതിർകക്ഷികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോ ദേവുവിന്റെ മാളുവിന്റെ മുന്നിൽ തനിക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷേ എന്റെ ചോദ്യത്തിന് താൻ മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ല, എന്നോട് പറയത്തക്കവണ്ണം സ്നേഹബന്ധം നമ്മൾ തമ്മിൽ ഇല്ലെങ്കിൽ ഈ അച്ചായനെ ഇവിടെ മറക്കണം. മാളുവിന്റെ ചോദ്യത്തിനുള്ള മറുപടി അഡ്വക്കേറ്റ് എന്നോട് പറയണം. ആ സ്ത്രീ ആരാ? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അച്ചായന് അറിയാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മനഃപൂർവ്വം എല്ലാവരിൽ നിന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ച ചില സത്യങ്ങൾ. അതൊക്കെ ഒരിക്കലും എനിക്കെതിരെ തിരിയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്ന് ആ വിശ്വാസം തെറ്റി. ആ ഓർമ്മകൾ ഇടയ്ക്കിടെ തികട്ടി വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, ഫോർഗെറ്റ് ദ പാസ്റ്റ്. ബട്ട് നൗ സ്വർണസ്തുതി പരിശോധനയിൽ സ്വർണം പുഷ്പാക്ഷരങ്ങളോട് വേർപെട്ട് ഭൂസ്പർശത്തോടുകൂടി ഊർദ്ധമുഖമായി കാണുന്നു. ശരം വലത്. ബാധാസ്ഥാനത്ത് ദുർമൃതി. ദോഷങ്ങൾക്ക് കാരണമായ ബ്രഹ്മരക്ഷോദോഷവും ബ്രഹ്മപ്രേതദോഷവും അതിനേക്കാൾ ഉപരി അതിശക്തമായി സർപ്പശാപവും കാണുന്നു. ബാധാസ്ഥാനത്ത് രാഹു ചന്ദ്രനൊപ്പം ശുക്രരാശിയിൽ ശുക്രനൊപ്പം വന്നാൽ സന്താനക്ഷയം, ദാമ്പത്യ ദുരിതം എന്നു വേണ്ട സുഹൃതക്ഷയം വരെ വിളിച്ചോതുന്നില്ലേ? അഷ്ടമത്തിലെ വ്യാഴൻ, അതും ഗുളികനൊപ്പം. കൂടുതൽ വിവരണത്തിന് മുതിരേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അല്ല ബാലേന്ദ്രനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയത്. ഗർഭിണിയാകും. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നുകിൽ അലസും, അല്ലെങ്കിൽ പ്രസവിക്കുന്നത് ഒരു ചാവിള്ള. മച്ചയാണ് കൂടുതൽ ചിന്തിക്കേണ്ടിയില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. പരിഹാരം ഗുണം ചെയ്യും. കാണുന്നത് പ്രധാനമായും സർപ്പന് മാരണവും സർപ്പവൃക്ഷനാശവും സർപ്പരക്ഷോപാതകത്വവും ഭൂമി ഖനനവും സർപ്പഹിംസയുമാണ്. പരിഹാരമുണ്ട്. പ്രധാനമായും നാഗപൂജ തന്നെയാണ്. പരിഹാരക്രിയകൾക്ക് അമാന്തം വേണ്ട. അമാന്തിക്കും തോറും ദോഷം കൂടുകയല്ലാതെ ഒഴിഞ്ഞു പോവുകയില്ല. ദേവു എത്ര നിർബന്ധിച്ചിട്ടും ജോത്സൻ പറഞ്ഞ പരിഹാരക്രിയകൾക്കൊക്കെ ഞാൻ എതിരായിരുന്നു. എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ട് തന്നെ. ആ, ഇത് എത്ര നേരമായിട്ട് തുടങ്ങിയതാ ദേവു? ലോകത്താരും ചെടികൾ നട്ട് വളർത്താത്ത പോലെ. എല്ലാരും പോലെ അല്ലല്ലോ ഞാൻ. എനിക്ക് ഈ ചെടികളൊക്കെ ജീവന. എന്ന് വെച്ച് 24 മണിക്കൂർ ഇതിന്റെ മൂട്ടിൽ തന്നെ കഴിയണോ? ആ, വേണം. ആർക്കും അതിലൊരു നഷ്ടമില്ലല്ലോ. ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ കാര്യമല്ലല്ലോ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്തു പരിധി? കുഞ്ഞുങ്ങളില്ലാത്ത എനിക്കും വേണമല്ലോ ഓമനിക്കാനും പരിചരിക്കാനും ലാളിക്കാനും ഇട്ടൊക്കെ ചിലത്. താൻ വിഷമിക്കണ്ടോ. ദേ നോക്ക്, ഈ മുറ്റം നിറയെ ഓടിക്കളിച്ച് നടക്കാൻ നമുക്കുണ്ടാവും കുഞ്ഞുങ്ങൾ. വലട്ട, ദൈവം ഈ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. വലട്ട മറ്റൊരു വിവാഹം കഴിക്കണം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. സത്യമായിട്ട് എനിക്ക് ജീവിതം അടുത്തു. ബാലേട്ട മറ്റൊരു വിവാഹം കഴിക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താൻ വെറുതെ അതും ചിന്തിക്കാതെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ദേവുവിനെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ചതിക്കില്ലെന്ന്. താൻ എൻ്റെ മുത്തല്ലടോ. ഇതെന്താ സിനിമ ഷൂട്ടിംഗ് വല്ലാണോ? പബ്ലിക്കായിട്ട് ലവ് സീനൊക്കെ? അതേ, ഡയറക്ടർ കട്ട് പറയാതെ നായിക ഫ്രെയിമിന് പുറത്തു പോകരുത്. താൻ എന്താടോ ഡോക്ടറെ സ്ഥലകാലബോധം ഇല്ലാതെ കയറി വന്ന ഒരുമാതിരി? അപ്പൊ കുറ്റം എനിക്കായോ? സ്ഥലകാലബോധം ഇല്ലാത്തത് തനിക്കല്ലേ? കാണരുത്, കേൾക്കരുത്, പറയരുത് എന്നാണ് പ്രമാണം. ഞാനൊന്നും കണ്ടൂല്ല, ഞാനൊന്നും കേട്ടൂല്ല, ഞാനിത് ആരോടും പറയാനും പോണില്ല. ഹലോ, ഇനിയെങ്കിലും ഈ ചമ്മലൊക്കെ കളഞ്ഞ് പാവം ഡോക്ടർ ബദറിന് ഒരു ഗ്ലാസ് ചായ തരൂ സഹോദരി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ ഓരോ ദിവസവും
ദേവുവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ദേവു വീണ്ടും ഗർഭിണിയായി. 3 ചാപിള്ളയ്ക്ക് ജന്മം നൽകിയ ദേവുവിന് ഈ പ്രസവം പേടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ പ്രമോദ് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ അവളെ ഞാൻ അഡ്മിറ്റ് ചെയ്തു. ദേവു, പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. പ്രമോദ് എന്തായി? എടോ, പ്രസവിക്കുന്ന ദേവുവാണ്. അതിന് താനിങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ, താൻ സമാധാനിട്ടിരുന്നേ. ഇതെന്താ പോലീസൊക്കെ ആയിട്ട്? ജയിലിൽ നിന്നുള്ള പ്രസവ കേസാ. മുരുക്കുമ്പുഴ ലോഡ്ജിൽ വെച്ച് കോൺട്രാക്ടർ ശിവരാമനെ കൊന്ന കേസിലെ പ്രതിയില്ലേ, അവരാ. ആ, പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നല്ലോ. ആ സ്ത്രീയെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുക. എല്ലാ കാര്യത്തിനും പ്രമോദ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹവുമായി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ കാത്തു നിന്നു. ബാലേന്ദ്ര, പ്രമോദേ, ഞാൻ എന്നാലാവും ഇതൊന്നും നോക്കി. ബട്ട് വേണ്ട, എന്നോടൊന്നും പറയണ്ട. ബാലേട്ട, ദൈവം ഈ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാലേട്ട മറ്റൊരു വിവാഹം കഴിക്കണം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, സത്യം ചെയ്യും, സത്യം ചെയ്യും. ഞാൻ എൻ്റെ ദേവുവിനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ? ബാലേന്ദ്ര, ഇനി നമുക്ക് ആദ്യം വേണ്ടത് ദേവുവിന്റെ ജീവനാ. അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഇനി ഒരിക്കലും ദേവ് ഗർഭം ധരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആരോഗ്യത്തിന് തന്നെ പ്രശ്നം വരും. അതുകൊണ്ട് ചെറിയൊരു ഓപ്പറേഷൻ. പ്രമോദേ, എൻ്റെ ദേവുവിനൊന്നും സംഭവിക്കരുത്. അതിന് എന്തു വേണമെങ്കിലും ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ചില പേപ്പറുകൾ സൈൻ ചെയ്യാനുണ്ട്. ബോധം തെളിയുമ്പോൾ എൻ്റെ ദേവുവിനോട് ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവം എൻ്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വന്നു. എന്തിനാ കരയുന്നത്? പൊന്നുപോലൊരു മോളയല്ലേ ദൈവം പാർവതിക്ക് തന്നത്. അത് തന്നെയാ സാറേ എനിക്ക് വിഷമം.
ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ല, ജയിലിലേക്ക്, ആ അഴുക്ക് ചാലിലേക്ക്. എന്റെ പെൺകുഞ്ഞിനെയും കൊണ്ട് പോണമല്ലോ എന്നോർത്തപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. ഞാൻ എൻ്റെ ദേവുവിനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ? വിഷമിക്കാതെ, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. പാർവതിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഈ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കയ്യിലേൽപ്പിച്ചിട്ട് മനസമാധാനത്തോടെ പാർവതിക്ക് ജയിലിൽ പോകാം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ആരുടെ കയ്യിൽ? മറ്റാരുടെയും കയ്യിലല്ല, എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് കരുതിക്കോളൂ. എൻ്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിട്ട് വർഷങ്ങളായി. വിധി ഇന്നും അവനോട് ക്രൂരമായി തന്നെ പ്രതികരിച്ചു. പാർവതി ഒന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ സുഹൃത്തിനോട് ചെയ്യുന്ന പുണ്യമായിരിക്കും. ബാലേന്ദ്രൻ്റെ ഭാര്യയുടെ മാനസിക നില തിരിച്ചു കിട്ടുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിനിടയിൽ ബാലേന്ദ്രൻ വിചാരിച്ച പാർവതി കേസിൽ നിന്ന് ഇളവ് ചെയ്യാനും സാധിച്ചെന്ന് വരും. കാലാവധി കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞിനവർ തിരികെ നൽകുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും ഈ ഒരു കൈമാറ്റം നിങ്ങൾക്ക് രണ്ടാൾക്കും ഗുണം ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതൊന്നും ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ടില്ല. പാർവതിക്ക് സമ്മതമാണെങ്കിൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട, എന്തൊക്കെയായാലും ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ വേണ്ട ഡോക്ടർ, വേണ്ട. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാർവതി സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഡോക്ടർ, ഡോക്ടർ, ഇതിലെനിക്ക് അധികം ഒന്നും ആലോചിക്കാനില്ല. ആ നശിച്ച ലോകത്ത് ഇവൾ വളരുന്നതിനേക്കാൾ നല്ലത് സാറിനെ പോലെ ഒരാളുടെ വീട്ടിൽ തന്നെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ കാണിക്കണം. അതിലെന്താത്ര സംശയം? അക്കാര്യത്തിലൊന്നും പാർവതി വിഷമിക്കേണ്ട. ഇതൊരു ഡോക്ടറുടെ വാക്കായി കരുതണ്ട, ഒരു കൂടപ്പറമ്പിന്റെ വാക്കായി കണ്ടാൽ മതി. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതൊക്കെ ശരിയാവോ? ശരിയാവും, ഒക്കെ ശരിയാവും. ഒരു വഴി അടഞ്ഞപ്പോ ദൈവം കാണിച്ചെന്നതാ ഈ വഴി. ആലോചിക്കാൻ സമയമില്ല. ദേവുവിന് ബോധം വീഴുന്നതിന് മുമ്പ് പേപ്പേഴ്സൊക്കെ ശരിയാക്കണം. പാർവതി പ്രസവിച്ചത് ചാപിള്ളയാണെന്ന് രേഖയുണ്ടാക്കണം. അങ്ങനെ ദേവ് പ്രസവിച്ച കുഞ്ഞ് പാർവതി പ്രസവിച്ചതായും പാർവതി പ്രസവിച്ച കുഞ്ഞ് ദേവ് പ്രസവിച്ചതുമായും മാറി. ആശുപത്രി രേഖകളിൽ പോലും വേണ്ട മാറ്റങ്ങൾ ഡോക്ടർ പ്രമോദ് ചെയ്തു. വാസ്തവത്തിൽ ലീഗലി ഞാൻ പ്രൊട്ടക്റ്റഡാണ്, ബട്ട് മെൻ്റലി ഞാൻ പ്രൊട്ടക്റ്റഡ് അല്ല.
സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ആ സ്ത്രീയോട് പെരുമാറി. തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ച ദേവുവിൻ്റെ സന്തോഷത്തിന് മുന്നിൽ ഞാൻ സ്വാർത്ഥനായി. പാർവതിക്ക് കൊടുത്ത വാക്കുകളൊന്നും ഞാൻ പാലിച്ചില്ല. മാളുവിനെ സ്വന്തം മകളെപ്പോലെ വളർത്തിയെങ്കിലും അവളുടെ പെറ്റമ്മയുടെ നോവ് ഞാൻ അറിയണമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, മനഃപൂർവ്വം. അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ബാലേന്ദ്ര, ഒരു നിമിഷം തന്നെ ഞാനും തെറ്റിദ്ധരിച്ചു. പക്വതയില്ലാത്തൊരുവൻ്റെ വിവരക്കേടായിട്ട് താൻ അതിനെ കാണണം. ഇനിയിപ്പോൾ എല്ലാവരിൽ നിന്നും ആ തെറ്റിദ്ധാരണ മാറ്റണം. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ദേവുവിനോട് പറയണം. എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനെങ്ങനെ? പറയണം, പറഞ്ഞേ പറ്റൂ. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഇതാ എത്തിയെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെന്താ ലേറ്റായേ? ആ, അല്പം ലേറ്റായി പോയി. പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടായോ? ആ, ഇല്ലാതില്ല. ദാ കുടിക്ക്. ദേവു, ഞാനവരെ കണ്ടിരുന്നു. ആരെ? പാർവതിയെ. പാർവതിയോ? എല്ലാം ദേവുവിനോട് തുറന്നു പറയണം. ഇറക്കിവിട്ടവൻ എന്തിനു വന്നു എന്നായിരിക്കും. പോകാൻ തന്നെയാണ് വന്നത്. എന്നെ നീ ഇറക്കി വിട്ടതിൽ എനിക്ക് പരിഭവമില്ല. വിധി തീരുമാനിച്ച കേസിൽ ഇനി വാദിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. കേട്ടേ പറ്റൂ. എന്നിട്ട് നീ കൽപ്പിക്കുന്ന ഏത് തീർപ്പും ഞാൻ അനുസരിക്കാം. വേണ്ട, ബാക്കി പറയണ്ട. മാപ്പ്, മാപ്പ് ബാലേട്ട. എല്ലാം ഞാൻ അറിഞ്ഞു. ഓർക്കാനാവാത്ത തെറ്റ ബാലേട്ടനോട് ഞാൻ ചെയ്ത. എന്റെ സുഖത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ബാലേട്ടൻ ചെയ്തു ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇത്രയൊക്കെ സഹിച്ചിട്ടും ഒരു വാക്ക് പറയാറുന്നില്ല എന്നോട്. ഒരു വാക്ക്. നീ എന്നെ മനസ്സിലാക്കിയത് എനിക്കത് മതി. അത് മതി. ആരാ? ഞാൻ ദേവു, അഡ്വക്കേറ്റ് ബാലേന്ദ്രന്റെ വൈഫാ. ബാലേന്ദ്ര സാർ വന്നില്ലേ? ഇല്ല, അസുഖമൊക്കെ. വന്നത് ഒന്ന് കാണണമെന്ന് തോന്നി. കാണണമെന്ന് തോന്നിയതിന് നന്ദി. എന്നാൽ എനിക്ക് കാണേണ്ടത് നിങ്ങളെ ആയിരുന്നില്ല. അറിയാം, എല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാ ഞാൻ വന്നത്. നേരത്തെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ മകളെ സ്വന്തം മകളെ പോലെ വളർത്തിയ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. മനസ്സുകൊണ്ട് എൻ്റെ മകളെ വിട്ടുതരാൻ, അല്ല നിങ്ങളുടെ മകളെ വിട്ടുതരാൻ എനിക്കെന്നല്ല, എന്നെ പോലുള്ള ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല.
സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു പെറ്റമ്മയുടെ വേദന ഇത്രയും കാലം വളർത്തിയ ഒരു പോറ്റമ്മയുടെ നഷ്ടത്തെക്കാളേറെ ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വിഷമം അതൊന്നുമല്ല. ഞാനല്ല അവളുടെ അമ്മയെന്നറിഞ്ഞ ചിലപ്പോ അവൾ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ മാതൃത്വത്തിന് വില പറഞ്ഞ ആ ദിവസം എല്ലാം അവസാനിപ്പിച്ചാൽ എന്തെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാമെന്നുള്ള പ്രതീക്ഷ ബാക്കി നിന്നു. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവൾക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ ഒന്ന് കാണിക്കണം. ഇതൊരു അവകാശമായി കണക്കാക്കണ്ട, അപേക്ഷയായി മാത്രം കരുതിയ മതി. ഭിക്ഷ യാചിച്ച് കൈനീട്ടി വന്നവളാ ഞാൻ. പക്ഷെ ഇപ്പോ പരസ്പരം സ്നേഹം കൊടുത്തും അനുഭവിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോ പിരിയേണ്ടി വരുന്നതിൽ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ മോളെ കൊണ്ടുവരാം. ആരെതിർത്താലും ഞാൻ അവളെ കൊണ്ടുവരും. ഇത് പോറ്റമ്മയുടെ അവകാശമാണ്. എന്നാ ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല. പാർവതി ഒരു കൊലാളിയായിരുന്നു എന്നറിയുമ്പോ ഒരു പക്ഷേ നിങ്ങളെ അമ്മയെ സ്വീകരിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിൽ വേണ്ട, ബാക്കി പറയണ്ട. അത് കേൾക്കാൻ എനിക്ക് ശക്തിയില്ല. മകളെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഈ നല്ല മനസ്സിന് നന്ദി, നന്ദി. പാർവതി ഒരു കൊലയാളിയായിരുന്നു എന്നറിയുമ്പോ ഒരു പക്ഷേ നിങ്ങളെ അമ്മയെ സ്വീകരിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിൽ തിരിച്ചേൽപ്പിക്കണം ബാലേട്ട, തിരിച്ചേൽപ്പിക്കണം. ഒരു പെറ്റമ്മയുടെ വേദന ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയുന്നല്ല. മാത്രല്ല ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോ എന്റെ അമ്മ എന്നിൽ നിന്ന് മനഃപൂർവ്വം അകറ്റിയൊന്നും ആള് ചോദിച്ചാൽ അന്ന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അതിനു മുമ്പ് അവളോടെല്ലാം തുറന്നു പറയണം. എനിക്ക് കഴിയില്ല ദേവു, കഴിയില്ല. ദേവു പറയുന്നത് ശരി. അതിനുള്ള അവസരം നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാം തുടങ്ങി വെച്ചത് ഡോക്ടറാണ്. ഇനിയിപ്പോൾ അവസാനിപ്പിക്കുന്നതും താൻ തന്നെയായിരിക്കണം. എല്ലാം മാളുവിനോട് താൻ തന്നെ പറയണം. തനിക്ക് അതിന് കഴിയൂ. എന്നോടൊന്നും പറയണ്ട. ഞാനല്ല കുട്ടി, അത് ഞാനല്ല.
പപ്പ ആ എനിക്ക് നീ അങ്ങനെ വിളിക്കാമോന്ന് അറിയില്ല. എന്താ മോളെ ഇത്? നീ ഞങ്ങൾക്ക് മോളല്ലാണ്ടാവൂ. ഏയ് കരയല്ലേ മോളെ. ജന്മം നൽകിയോണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ല. നിന്റെ അമ്മയിൽ നിന്നും നിന്നെ ദത്തെടുത്ത നിമിഷം മുതൽ ഒരു മകളോട് അച്ഛനും അമ്മയും ചെയ്യേണ്ട എല്ലാ കടമകളും ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പപ്പ എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. മോൾക്ക് മോളുടെ അമ്മയെ കാണാം. ഞങ്ങൾ കൊണ്ടുപോവാം. പക്ഷേ പപ്പയ്ക്ക് മോളൊരു വാക്ക് തരണം. മോളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല. നീ ഞങ്ങളെ തള്ളി പറയരുത്. നോ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഇന്നലെ രാത്രി ആരൊക്കെയായിരുന്നു ഡ്യൂട്ടി? മേരി സിസ്റ്ററും സഹദേവനുമായിരുന്നു ഈ ഫ്ലോറിലെ ഡ്യൂട്ടി. നിങ്ങളൊക്കെ എന്തിനാണോ വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഒരു പേഷ്യന്റ് എന്തിനും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ട ഞാനാ. ഉത്തരവാദിത്തമില്ലാത്ത ഒരാളെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. മനസ്സിലായോ? വാ മോളെ. ദാ താൻ തന്നെ മോളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ചെല്ലു മോളെ. ബാലേന്ദ്ര, അത് പിന്നെ എന്താ? ചെറിയൊരു പ്രശ്നമുണ്ട്. താനൊന്ന് വന്നേ. താൻ കാര്യം പറ. അത് ഷീസ് മിസ്സിംഗ്. വാട്ട്? യെസ്. ഞാൻ രാവിലെ വന്നപ്പോഴാ വിവരം അറിയുന്നത്. അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ദൂരെയെങ്ങും പോകാൻ ചാൻസ് ഇല്ല. ഇന്നലെ രാത്രി 10:30 വരെ റൂമിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാണാതായത്. കള്ളോ? നിങ്ങൾ പറയുന്ന ഒക്കെ കള്ളോ? എന്നെ പറ്റിക്കാന് ഞാനിത് വിശ്വസിക്കില്ല. അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ കാണണം. മോളെ വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എല്ലാരും കൂടെ ചേർന്ന് എന്റെ അമ്മ പറഞ്ഞു വിട്ടതാ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, ഒന്ന് എന്റെ അമ്മയെ കാണിച്ചു തരുമോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണണം. മോളെ മോള് സമാധാനിക്കേ. മോളുടെ അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം. ഡോക്ടർ സാർ, എന്താ കണ്ടോ? വാ മോളെ. ഇതെപ്പോഴാ സംഭവിച്ചത്? ശിക്ഷ കഴിഞ്ഞ് വന്നിട്ട് കുറേ നാൾ ആശുപത്രിയിലായിരുന്നു. രാവിലെ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ടിട്ടാ ഞാൻ വന്ന് നോക്കിയത്. അപ്പോഴാ തൂങ്ങിക്കുന്നത് കണ്ടത്. അതെ. വാ മോളെ. ആ കുട്ടിയെ മുഖമൊന്ന് കാണിക്കൂ. വേണ്ട, എനിക്ക് കാണണ്ട. കാണണ്ട. പപ്പ, മുഖനെ കാണിക്കല്ലേ പപ്പ. മോളെ എനിക്ക് കാണണ്ട.
കാണണ്ട അമ്മ. അമ്മ എനിക്ക് കാണണ്ട അമ്മ. എനിക്ക് കാണണ്ട അമ്മ. എന്നെ കാണിക്കല്ലേ അമ്മ. വേണ്ട.